പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ പ്രകാശനം ചെയ്യുന്ന പുസ്തകം ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ രചിച്ച ഉത്തിഷ്ഠിത ജാഗ്രത എന്ന 101 കവിതകൾ അടങ്ങുന്ന പുസ്തകമാണ്. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ഭാരതീയ സമാജിൻ്റെ ദേശീയ ചെയർമാനും അതുപോലെ തന്നെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ശ്രീ BS ബാലേന്ദ്രൻ സാറാണ്. നമുക്കേവർക്കും അറിയാം, ഭാരതീയ സമാജിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് ആഗോള തലത്തിൽ നോക്കിക്കാണുമ്പോൾ ആഗോളതലത്തിൽ എന്ന് തന്നെ പറയാം, ധാരാളം പ്രവർത്തനങ്ങളുമായിട്ടാണ് ഭാരതീയ സമാജം മുന്നേറുന്നത്. ഭാരതീയ സമാജിൻ്റെ ഈ ഒരു പ്രവർത്തന മികവ് കണക്കിലെടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ചെയർമാൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ പ്രേരക ഘടകം. അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ തന്നെ ഗുൽസാർലാൽ നന്ദയും ഇരുന്ന ഭാരതീയ സമാജിൻ്റെ ചെയർമാൻ എന്ന സ്ഥാനത്തേക്ക് ബാലേന്ദ്ര സാർ തിരഞ്ഞെടുക്കപ്പെട്ടതും അതിൻ്റെ ഭാഗമായി ധാരാളം പ്രവർത്തനങ്ങൾ ഭാരതത്തിലുടനീളം ഭാരതത്തിന് പുറത്തും ഇന്ന് നടന്നു വരുന്നതും. അതിലൊരു പ്രവർത്തനമാണ് സദ്ഭാവന ട്രസ്റ്റ് രൂപീകരിച്ച് പുസ്തക പ്രസിദ്ധീകരണം തുടങ്ങുക എന്നുള്ളത്. ഏകദേശം 1.5 വർഷക്കാലത്തോളം ആയിട്ടേ ഉള്ളൂ സദ്ഭാവന ട്രസ്റ്റ് പുസ്തക പ്രസിദ്ധീകരണ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത് ഏറ്റവും വലിയ പുസ്തക പ്രസാധനശാലയായി മാറുക എന്നുള്ളതാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. അതാണ് നമ്മുടെ മുമ്പിലേക്ക് ചെയർമാൻ വെച്ചിട്ടുള്ള ടാർഗറ്റും. ആ ഒരു പ്രവർത്തനത്തിലും ആ ഒരു ശൈലിയിലും ഊന്നിയിട്ടാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പ്രവർത്തകരെല്ലാം തന്നെ ഈ പ്രസാധക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ നിൽക്കുമ്പോൾ ഏകദേശം 500 പുസ്തകത്തിനടുത്തേക്ക് എത്താറായി സദ്ഭാവന ട്രസ്റ്റിൻ്റെ പുസ്തക പ്രസാധക മേഖലയിലെ പുസ്തക പ്രസിദ്ധീകരണ രംഗത്തേക്കുള്ള കാൽവയ്പ് എന്ന് പറയുമ്പോൾ 500 പുസ്തകം അടുക്കാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തക പ്രസാധകശാലയാകും എന്നുള്ളത് നമ്മുടെ എവിടെയും സ്വപ്നമാണ്. അത് സാക്ഷാത്കരിക്കാൻ നമ്മുടെ ചെയർമാൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീമിന് കഴിയുമെന്നുള്ളത് അങ്ങേയറ്റം സന്തോഷകരവും പ്രതീക്ഷ നൽകുന്ന കാര്യവുമാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് BS ബാലേന്ദ്ര സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് ഈ ചടങ്ങിൽ പുസ്തക പ്രകാശനം നടത്തുന്നത് നമുക്കേവർക്കും പ്രിയങ്കരനായ ശ്രീ V മുരളീധരൻ സാറാണ്. നമുക്കറിയാം, ഭാരതത്തിൻ്റെ വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏറ്റവും അത്യുന്നതനായ നേതാക്കൾ, ഇന്ത്യയിലെ ഏറ്റവും അത്യുന്നതനായ നേതാക്കളുടെ ഒരാളാണ്. വ്യത്യസ്തമായ ചിന്തയും വേറിട്ട കാഴ്ചപ്പാടും പ്രവർത്തന ശൈലിയും എല്ലാം തന്നെ വളരെ വ്യത്യസ്തനാക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മുരളീധരൻ സാർ. ബഹളങ്ങളൊന്നുമില്ലാതെ ആശയത്തിലൂന്നി അതുപോലെ തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോട് ചെയ്തു വരുന്ന നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് നമുക്കറിയാം, ധാരാളം പ്രവർത്തന മേഖലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. എന്നാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് ഇവിടെ എത്തി ഈ ചടങ്ങ് ധന്യമാക്കിയിരിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. പുസ്തകം സ്വീകരിക്കുന്നത് ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി സാറാണ്. അദ്ദേഹം എഴുത്തുകാരനാണ്, ചിന്തകനാണ്, അതുപോലെ തന്നെ പ്രഭാഷകനാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ വന്ന് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ ചടങ്ങ് കുറച്ച് ഭംഗിയുള്ളതാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഇതിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന നമ്മുടെ സദ്ഭാവന ട്രസ്റ്റിലെ ചീഫ് എഡിറ്ററായ ഡോക്ടർ MR തമ്പാൻ സാറാണ്. വൈജ്ഞാനിക സാഹിത്യ പ്രതിഭയാണ് അദ്ദേഹമാണ് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ മുതൽക്കൂട്ടെന്ന് പറയുന്ന അദ്ദേഹമാണ്. എല്ലാ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൂടി കടന്നുപോയിട്ടാണ് ഓരോ പുസ്തകവും നമ്മുടെ കയ്യിലെത്തുന്നതും. ഇതിൻ്റെ എല്ലാം തന്നെ എല്ലാ പുസ്തകങ്ങളും വായിച്ച് അത് പ്രസാധന യോഗ്യമാണോ എന്ന് പോലും കണ്ടെത്തുന്ന അദ്ദേഹമാണ്. സദ്ഭാവന ട്രസ്റ്റ് അദ്ദേഹമാണ് അതിൻ്റെ എല്ലാം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തക അവതരണം നടക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ മലയാള ഭാഷയിലെ വേറിട്ടൊരു വ്യക്തിത്വമാണ്. ഏതൊക്കെ മേഖലകളിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്ന അറിയത്തില്ല. സ്ഥലനാമങ്ങളായാലും സാഹിത്യത്തിൻ്റെ മലയാള ഭാഷയെ പറ്റിയുള്ള കാര്യങ്ങളായാലും അതിൽ വേറിട്ട സാഹിത്യ ശൈലിയായാലും ഏകദേശം 25ഓളം പുസ്തകങ്ങൾ വിവിധ രീതിയിലുള്ള 25ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നമുക്ക് ഏവർക്കും അറിയാവുന്ന വളരെ സരസമായ പ്രഭാഷണത്തിന് ഉടമയാണ് അദ്ദേഹം ഈ ചടങ്ങിൽ ഇവിടെ പുസ്തക അവതരണം നടത്തുകയാണ്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. പുസ്തകത്തിന് ആശംസ നൽകുന്ന ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ സാർ. അദ്ദേഹവും നമുക്കറിയാം, സാഹിത്യകാരനാണ്, പത്രപ്രവർത്തകനാണ്, ചിന്തകനാണ്, പ്രഭാഷകനാണ്. സാഹിത്യത്തിൻ്റെ ഏതെല്ലാം മേഖലയിൽ കൂടെ അദ്ദേഹവും കടന്നു പോകുന്നു നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം ഇന്ന് ഈ ചടങ്ങിനെ ധന്യമാക്കുകയാണ്. അദ്ദേഹത്തിന് സ്നേഹപൂർവ്വം സ്വാഗതം.
അടുത്തായി ശ്രീ KS രാജശേഖരൻ സാറാണ്. ദൂരദർശൻ്റെ മുൻ ഡയറക്ടറാണ്. അദ്ദേഹവും ഈ സാഹിത്യ ലോകത്ത് തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. എഴുത്തുകാരനും ചിന്തകനും പ്രഭാഷകനുമാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായി ശ്രീ വേണു സരസ്വതി. അദ്ദേഹം സാഹിത്യ ലോകത്തെ വേറിട്ട വ്യക്തിത്വമാണ്, ചിന്തകനാണ്, പ്രഭാഷകനാണ്. അദ്ദേഹം ഈ ചടങ്ങിൽ ആശംസ നേടിയാണ്. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ചടങ്ങിലെ മുഖ്യ വ്യക്തിത്വം എന്ന് പറയുന്ന ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദിഷ്ടത ജാഗ്രത എന്ന 101 കവിതകൾ അടങ്ങിയ സമാഹാരമാണ് ഇന്നിവിടെ പ്രകാശന ചടങ്ങിലേക്ക് കടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ നമുക്ക് ഏവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ധാരാളം കവിതകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഫേസ്ബുക്കിൽ കൂടെ ആയാലും അല്ലാതെ ആണെങ്കിലും ധാരാളം കവിതകളാണ് അദ്ദേഹം എഴുതുന്നത്. ഓരോ കവിതയിലും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മോശമായ കാര്യങ്ങളെല്ലാം തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ടും അതുപോലെ നല്ല പ്രവണതകളെ അങ്ങേയറ്റം പ്രകീർത്തിച്ചുകൊണ്ടും മനുഷ്യത്വത്തോട് ചേർന്ന് നിൽക്കുന്ന കവിതകളാണ് അദ്ദേഹത്തിൻ്റെ ഓരോ കവിതയും. ഈ കവിതാ സമാഹാരത്തിലും അങ്ങനെയുള്ള വേറിട്ട ധാരാളം സബ്ജക്റ്റുകൾ ഊന്നിയുള്ള കവിതകളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഇനിയും സദ്ഭാവന ട്രസ്റ്റിന് വേണ്ടി കവിതകൾ എഴുതുമെന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ സദ്ഭാവന ട്രസ്റ്റിന് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ തന്നതിൽ അങ്ങേയറ്റം സന്തോഷം. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിന് നന്ദി പറയുന്നത് സദ്ഭാവന ട്രസ്റ്റിൻ്റെ പബ്ലിക്കേഷൻ ഓഫീസർ ശ്രീമതി സിന്ധു സുരേഷാണ്. സിന്ധുവിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ സാഹിത്യ സ്നേഹികളെയും എൻ്റെ സഹപ്രവർത്തകരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനായ ശ്രീ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു. നമ്മുടെ നാട്ടിലെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീർഘകാലമായി നമ്മുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഈ അങ്കണത്തിൽ എത്തിച്ചേരണമെന്ന് നാം പല പ്രാവശ്യം ആഗ്രഹിച്ചതാണ്. പക്ഷെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുവാൻ നമുക്ക് അവസരം ലഭിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ തിരക്കും പല സാഹചര്യങ്ങളും കാരണം തികച്ചും യാദൃശ്ചികമായി ഇന്നിപ്പോൾ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന് പ്രചോദനമായിക്കൊണ്ട് അദ്ദേഹം ഇന്നിവിടെ പങ്കെടുക്കുന്നു. നമ്മുടെ ഒരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്യുന്നു. പ്രിയപ്പെട്ട ശ്രീ വി മുരളീധരനെ എന്തെന്നില്ലാത്ത സന്തോഷത്തോടുകൂടിയാണ് ഭാരതീയ സമാജത്തിൻ്റെ ഈ അങ്കണത്തിലേക്ക് നാം വരവേൽക്കുന്നത്. അദ്ദേഹത്തിന് ഭാരതീയ സമാജത്തിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. സുദർശൻ കാർത്തികപ്പറമ്പിൽ 1000 കവിതകൾ എഴുതണമെന്നാണ് നാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1000 കവിതകളുള്ള ഒരു പുസ്തകമായിട്ടാണ് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു പ്രസിദ്ധീകരിക്കണമെന്ന്. പക്ഷെ അദ്ദേഹം അത് 10 പുസ്തകമായി പ്രസിദ്ധീകരിക്കുവാനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു 100 കവിതകളുള്ള 10 പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കാമെന്ന്. ആ നിലയിലാണ് ഈ പുസ്തകം ഉത്തിഷ്ഠത ജാഗ്രത എന്ന ആദ്യ പുസ്തകം ഇന്നിവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ഞാൻ ഇതിനിടയിൽ ഒരു കവിയത്രിയെ പരിചയപ്പെട്ടു. ബൃന്ദ എന്ന് പറയുന്ന ഒരു കവിയത്രിയെ പരിചയപ്പെട്ടു. തമ്പാൻ സാറിൻ്റെ ഒരു പരിചയക്കാരിയാണ്. അയാളൊരു പുസ്തകം തയ്യാറാക്കി, കാവ്യ പുസ്തകം തയ്യാറാക്കി. 2700 പേജുള്ള കാവ്യ പുസ്തകം, ലോകത്തെ ഏറ്റവും വലിയ കാവ്യ പുസ്തകം. അത് ഇവിടെ പ്രകാശനം ചെയ്യണമെന്നാണ് ആഗ്രഹം. അടുത്ത ഗവർണർ ശ്രീ CV ആനന്ദബോസിൻ്റെ തീയതി അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ളയുടെ തീയതിക്ക് പിന്നാലെ അവർ നടന്നിരുന്നു. പക്ഷേ യാദൃച്ഛികമായിട്ട് അവർക്കൊരു ഡേറ്റ് മിസ്സായിപ്പോയി. അതുകൊണ്ട് ആണ് ഇപ്പോൾ തമ്പാൻ സാറ് CV ആനന്ദബോസിൻ്റെ ഒരു സൗകര്യം തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. അത് പ്രകാശനം ചെയ്യാൻ പോവുകയാണ്. അവരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ ഇതുവരെ 73 പുസ്തകങ്ങൾ എഴുതി.
40 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് നിങ്ങൾ PS ശ്രീധരൻപിള്ളയോട് മത്സരിക്കുകയാണ്. അപ്പോൾ ആ ലേഡി എന്നോട് പറയാണ്, എൻ്റെ ആഗ്രഹം ശ്രീധരൻപിള്ള സാറിനെ കടത്തി വിട്ടതാണ്. അത് ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ എഴുത്ത് കഥ വളരെ മനോഹരമായിട്ടാണ് അതിൻ്റെ ഭാഷയും എഴുത്തും എന്ന് പറയുന്നത്. സുദർശൻ കാർത്തികപ്പറമ്പിലും ധാരാളം നല്ല നല്ല സൃഷ്ടികൾ നടത്തിയിട്ടുള്ള കവിയാണ്, സാഹിത്യകാരനാണ്. മൗലികമായി പ്രശ്നങ്ങളെ നോക്കിക്കാണുന്ന വ്യക്തിയാണ് സുദർശൻ കാർത്തികപ്പറമ്പിൽ. നമുക്കറിയാം, പല കവികളുടെ കാവ്യാലാപനവും നാം ഇവിടെ കേൾക്കാറുണ്ട്. പല കവികളെക്കുറിച്ച് നമുക്കറിയാം, പല സാഹിത്യകാരന്മാരെക്കുറിച്ചും അറിയാം. അവർ പലരും തന്നെ മറ്റ് സൃഷ്ടികൾ നടത്തിയിട്ടുള്ള വ്യക്തികളുടെ സൃഷ്ടിയിലൂടെയാണ് അവരുടെ പുതിയ സൃഷ്ടി നടത്തുവാൻ ശ്രമിക്കാറുള്ളത്. പലപ്പോഴും നമുക്കത് അരോചകമായി തോന്നാറുണ്ട്. ആശാന്റെ കവിതയിലൂടെ ആയാലും, ഉള്ളൂരിൻ്റെ കവിതയിലൂടെ ആയാലും, വള്ളത്തോളിലൂടെ ആയാലും, എന്തിന് സമകാലികമായി നാം നോക്കുമ്പോൾ MDയുടെ പുസ്തകത്തിലെ വരികൾക്കിടയിലൂടെ ആയാലും ആ നിലയിലേക്കുള്ള സൃഷ്ടികൾ നടത്തുവാൻ പല എഴുത്തുകാരും തയ്യാറായി കാണുമ്പോൾ നമുക്ക് തോന്നും, ഇതെന്താ ഇവർ ഇങ്ങനെ എന്ന് തോന്നാറുണ്ട്. എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. സങ്കടം തോന്നാറുണ്ട്. അവർക്ക് ശ്രീരാമനിലേക്ക് നേരിട്ട് പോയാൽ എന്താ തകരാറ്? ശ്രീരാമൻ എഴുത്തച്ഛൻ 500 വർഷം മുമ്പ് എഴുതി. ശ്രീരാമനിലേക്ക് നേരിട്ട് പോകാൻ തയ്യാറാകാതെ നേരെ എഴുത്തച്ഛനിലേക്ക് പോകും. എഴുത്തച്ഛനൊന്ന് എഴുതി എന്ന് പറഞ്ഞ് എഴുത്തച്ഛനെ തളച്ചിടണോ? രാമായണം, ശ്രീരാമന്, ഭഗവാനെ അങ്ങനെ തളച്ചിടേണ്ട ആളാണ്. എഴുത്തച്ഛനാണ് രാമായണത്തിൻ്റെ ഏറ്റവും അവസാന വാക്ക് അല്ലല്ലോ. പലരും തന്നെ നിലവിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പല രാമായണങ്ങൾ, ഞാൻ രാമായണം യാദൃശ്യ കോട്ട് ചെയ്തെന്നേ ഉള്ളൂ. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ രാമായണം എന്ന് കേൾക്കുമ്പോൾ പലരും തന്നെ എഴുത്തച്ഛനിലൂടെയാണ് രാമായണത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുന്നത്. അതിനുമുമ്പ് രാമായണത്തിൻ്റെ മൂലകഥ തയ്യാറാക്കിയത് വാൽമീകിയാണ്. വാൽമീകി ചൊല്ലിയ രാമായണമാണ് പിൽക്കാലത്ത് രാമായണമായി നമ്മുടെ കയ്യിലേക്ക് വന്നത്. ഞാൻ അതേക്കുറിച്ച് ദീർഘമായി പറയുന്നില്ല. പക്ഷേ നമ്മുടെ കാഴ്ചപ്പാടുകൾ പലതും പലപ്പോഴും തന്നെ മറ്റേതെങ്കിലും സൃഷ്ടിയിലൂടെ കടന്നു പോകുന്നു. മൗലികമായി സ്വന്തം ബുദ്ധിശക്തിയെ, സ്വന്തം ചിന്തയെ, സ്വന്തം ഭാവനയെ വളർത്തിയെടുത്ത് അല്ലെങ്കിൽ സ്വന്തം ഭാവനയെ പുഷ്ടിപ്പെടുത്തി സമൂഹത്തിന് പുത്തൻ സൃഷ്ടികൾ നടത്തുവാൻ നമ്മുടെ ആളുകൾ തയ്യാറാകണം എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് ഇത്തരം സൃഷ്ടികൾ കാണുമ്പോൾ തോന്നാറുള്ളത്. കാരണം പുസ്തക വിൽപ്പന ഒരു തൊഴിലാക്കിയ ഒരു സംഘം പെൺകുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത്. അവർ തന്നെ എന്നോട് പറയാറുണ്ട്, പല പുസ്തകങ്ങളെക്കുറിച്ചും വാങ്ങാൻ വരുന്ന വായനക്കാർ അവർ പുസ്തകങ്ങൾ തിരഞ്ഞിട്ട്, ഓ ഇത് മറ്റതിൻ്റെ പകർപ്പല്ലേ, മറ്റതിനെ കുറിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. കാരണം വായനക്കാർ അത് വലുതായിട്ട് സ്വാഗതം ചെയ്യുന്നില്ല എന്നുള്ളതാണ് പൊതുവിൽ. മൗലികമായ വർക്ക്, മൗലികമായുള്ള സൃഷ്ടി അവർക്ക് ജനത്തിനതറിയുവാനാണ് താല്പര്യം. ആ താല്പര്യം, അങ്ങനെ ധാരാളം ചിന്തകളും ധാരാളം സൃഷ്ടികളും സമൂഹത്തിൽ ഉണ്ടാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ആ നിലയിലാണ് സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരണ രംഗത്ത് നിൽക്കുന്നത്. കൂടുതൽ കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്ന് തന്നെയാണ് സദ്ഭാവന ട്രസ്റ്റിൻ്റെ ആഗ്രഹം. 1000 പുസ്തകങ്ങൾ 2026 പ്രസിദ്ധീകരിക്കണമെന്നാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സെക്രട്ടറി ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് നമ്മൾ 500 അടുക്കുകയാണ്. 400 പുസ്തകം കഴിഞ്ഞ് 500 അടുക്കുകയാണ്. ഈ 500 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ശ്രമകരമായ കാര്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം 2025
നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണശാല സദ്ഭാവന ട്രസ്റ്റാണ്. അതിന് നേതൃത്വം നൽകിയ ശ്രീമതി സിന്ധു സുരേഷിനെയും അതിന് സഹായിച്ച ബിയോണ്ട് ശ്രീകുമാരനോടൊക്കെയുള്ള നന്ദി നമുക്ക് വാക്കുകൾ ഒതുങ്ങുന്നതല്ല. അവരെ അഭിനന്ദനായ നമ്മുടെ ഭാരതത്തിൻ്റെ മുൻ വിദേശകാര്യമന്ത്രിയും ഒരു വലിയ നേതാവുമായ ശ്രീ വി മുരളീധരൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഞാൻ നിങ്ങളെ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതൽ ലക്ഷ്യത്തിലേക്ക് കടന്നു ചെന്ന് വൈജ്ഞാനിക മേഖലയിലായാലും സർഗസാഹിത്യത്തിലായാലും കൂടുതൽ സൃഷ്ടികൾ നടത്തുവാനും നമുക്ക് സമൂഹത്തിന് കൂടുതൽ അറിവുണ്ട് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കാനും, അത് മലയാളമായാലും ഇംഗ്ലീഷായാലും ഹിന്ദി ആയാലും തമിഴായാലും തെലുങ്കായാലും കന്നഡയായാലും ഏത് ഭാഷയിലായാലും പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സദ്ഭാവന ട്രസ്റ്റ് തയ്യാറാണ്. ഭാഷ എന്ന് പറയുന്നത് വിനിമയത്തിനുള്ള ഒരു മാധ്യമമാണ്. ആ ഭാഷയെ സമ്പന്നമാക്കുവാൻ ഏത് ഭാഷയിൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയാലും നല്ല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ സദ്ഭാവന ട്രസ്റ്റിന് ഏറെ സന്തോഷമുണ്ട്. സദ്ഭാവന ട്രസ്റ്റ് ഏതെങ്കിലും വ്യക്തിയുടെ ഒരു സ്ഥാപനമല്ല, ഒരു പൊതുസ്ഥാപനമാണ്. ഒരു പബ്ലിക് ട്രസ്റ്റാണ് പൊതുസ്ഥാപനം. ആ പൊതു പ്രസ്ഥാനം എന്ന നിലയിൽ കക്ഷിയോ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഏതെങ്കിലും വിഭാഗീയമായ ഒരു താല്പര്യമില്ലാതെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ നിൽക്കുന്ന ഈ പ്രസിദ്ധീകരണശാലയുടെ ഈ പുസ്തക പ്രസിദ്ധീകരണ ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ വി മുരളീധരനെ, നമ്മളൊക്കെ പലപ്പോഴും സംസാരിക്കുമ്പോൾ വി എം എന്നാണ് പറയാറുള്ളത്, ശ്രീ വി മുരളീധരനെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനും പുസ്തകം പ്രസിദ്ധീകരിക്കുവാനും പ്രകാശനം ചെയ്യുവാനും ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഇവിടെ സദ്ഭാവന ട്രസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ രചിച്ചിട്ടുള്ള ഉത്തിഷ്ഠത ജാഗ്രത എന്ന 101 കവിതകളുടെ ഈ പുസ്തക സമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന BSSൻ്റെ ദേശീയ ചെയർമാനും നമുക്കെല്ലാവർക്കും സുപരിചിതനുമായിട്ടുള്ള ഡോക്ടർ BS ബാലചന്ദ്രൻ അവർകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ പുസ്തകത്തിൻ്റെ സംബന്ധിച്ച് മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ MR തമ്പാൻ അവർകൾ, ഈ പുസ്തകം സ്വീകരിച്ച ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി അവർകൾ, പുസ്തകത്തിൻ്റെ അവതരണം നടത്തുന്ന ഡോക്ടർ വിളക്കുടി രാജേന്ദ്രൻ അവർകൾ, ആശംസകൾ നേരുന്ന ശ്രീ രാജീവ് ഗോപാലകൃഷ്ണൻ അവർകൾ, ശ്രീ KS രാജശേഖരൻ അവർകൾ, ശ്രീ വേണു സരസ്വതി അവർകൾ, സ്വാഗതം ആശംസിച്ച ശ്രീമതി ജയ ശ്രീകുമാർ, കൃതജ്ഞത രേഖപ്പെടുത്തുന്ന ശ്രീമതി സിന്ധു സുരേഷ്, ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ, സന്നിഹിതരായിട്ടുള്ള സഹൃദയരെ, സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി എന്നോടൊരു പുസ്തക പ്രകാശനം നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ഞാനത് സമ്മതിച്ചത് എന്നെക്കുറിച്ച് അദ്ദേഹത്തിനൊരു ധാരണയുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ പുസ്തകം കിട്ടിയപ്പോഴാണ് കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കാനാണ്, അതിൻ്റെ ചടങ്ങിൽ പ്രകാശിപ്പിക്കാനാണ് എന്നെ വിളിച്ചത് എന്ന് എനിക്ക് മനസ്സിലായത്. കാരണം കവിതയുമായിട്ടുള്ള എനിക്ക് ബന്ധം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ ഒരു കടലും കടലാടിയും പോലെയുള്ളൊരു ബന്ധം, അത്രയും ബന്ധം മാത്രമേ എന്നെക്കുറിച്ചുള്ള ധാരണ, ഞാൻ ആരാണെന്ന് പണ്ട് പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചതുപോലത്തെ ഒരു കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു
സ്ഥിതിയിൽ, ഏറ്റുപോയ സ്ഥിതിയിൽ ഞാൻ ആ കിട്ടിയ കവിതകളിലൂടെ ഒന്ന് ഓടിച്ചു വായിച്ചു. അതുകൊണ്ട് ഞാൻ കവിതകളുടെ കാവ്യഭംഗിയെക്കുറിച്ചൊന്നും ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഉദ്ദേശിക്കുന്നുമില്ല. അതൊക്കെ പറയാൻ അതിനർഹരായിട്ടുള്ള ആളുകൾ ഇവിടെ നിരവധി ആളുകളുണ്ട്, അവരാ കാര്യങ്ങൾ പറയും. ഞാൻ ഈ കവിതയെക്കുറിച്ച് കവിതാ സമാഹാരത്തിലെ കവിതകളിലൂടെ കടന്നുപോയപ്പോൾ ആ കവിതകളിലൂടെ, വരികളിലൂടെ കവി പറഞ്ഞു വെക്കുന്ന മനുഷ്യ ജീവിതത്തെക്കുറിച്ചും നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചുമൊക്കെയുള്ള ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാനുള്ള ഒരു അർഹത എനിക്കില്ല, അതിനുള്ള അറിവുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ കവിതാ സമാഹാരത്തിൽ മനുഷ്യ നീ എവിടെ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്ന വരികൾ: മനുഷ്യനെ ഹാ തേടി നടന്നൻ മനസ്സ് ചോദിപ്പൂ, മനുഷ്യനെ കണ്ടില്ലെങ്ങും ഹതഭാഗ്യൻ കവി ഞാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ വരികൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള വരികളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ സാഹിത്യകാരന്മാരും കവികളുമൊക്കെ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് അവരുടെ സൃഷ്ടികളിലൂടെ പ്രകാശിപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഹതഭാഗ്യൻ കവി ഞാൻ എന്ന് അദ്ദേഹം പറയാണ്. വാസ്തവത്തിൽ കവി മാത്രമല്ല, ഞാനടക്കമുള്ള പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ ഈ കാര്യത്തിൽ ഹതഭാഗ്യരാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സഹജീവിയോട് കരുതലും കരുണയും ഉള്ള ആളുകളെ, അങ്ങനെയുള്ള മനുഷ്യരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു ലോകത്തിൽ ആണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ഒരു പീഡ എറുമ്പിനും വരുത്തരുത് എന്ന് പഠിപ്പിച്ച മഹാഋഷിയാണ്. ആ ഗുരുദേവൻ പിറന്ന മണ്ണിൽ, ആ മണ്ണിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് വലിയ വിശദമായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എല്ലാ ദിവസവും പത്രം ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ നമ്മൾ ഓരോ ദിവസവും കാണുന്ന, വായിക്കുന്ന വാർത്തകൾ, ആ വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. മലയാളി ഉറങ്ങുന്നതും ഉണരുന്നതും കൊലയുടെയും ഒക്കെയുള്ള വാർത്തകൾ, തല്ലിൻ്റെയും ഒക്കെ വാർത്തകൾ, അതോടൊപ്പം നടക്കുന്ന നിരവധി കാര്യങ്ങൾ. ഇന്നത്തെ ഒരു പത്രത്തിൽ കണ്ടത് 2 CIമാർ തമ്മിൽ ഏറ്റുമുട്ടി അവസാനം ഗുണ്ടാ സംഘത്തലവൻ ആ CIമാരെ പിടിച്ചു മാറ്റിയെന്നാണ്. ഒരു ബാറിൻ്റെ ഉദ്ഘാടനം, ഒരു ഹോട്ടലിനോടനുബന്ധിച്ചിട്ടുള്ള ബാറിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ തിരുവനന്തപുരം നഗരത്തിൽ 2 സർക്കിൾ ഇൻസ്പെക്ടർമാർ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അവസാനം ഗുണ്ടാ സംഘത്തലവൻ അവരെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ നിലവിലുള്ള സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അപ്പം മനുഷ്യൻ ഏത് ഹീനകൃത്യവും നടത്താൻ മടിയില്ലാത്തവരായിട്ട് മനുഷ്യൻ മാറുന്ന ഒരു നാടായിട്ട് ഗുരുദേവൻ പിറന്ന ഈ മണ്ണ് മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്താൻ പോകുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു വ്യക്തതയില്ലാത്തൊരു സ്ഥിതി. ഇന്നലെ ഞാൻ പോത്തൻകോടിനടുത്ത് ഒരു വീട്ടിൽ പോയിരുന്നു. അവിടെ ഒരു മരണം എന്ന് പറഞ്ഞാൽ ദിവ്യാംഗയായിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീയെ കൊലപ്പെടുത്തി ഒരു കാരണവുമില്ലാതെ. അവരൊറ്റയ്ക്ക് താമസിക്കുകയായിരുന്നു. അതിരാവിലെ അവർ വീടൊക്കെ വൃത്തിയാക്കിയിട്ട് പുറത്തിറങ്ങാൻ എന്തോ ആവശ്യത്തിന് ഇറങ്ങിയപ്പോൾ അതിരാവിലെ 6 മണിക്ക് മുമ്പാണ്. ഈ കൊലപ്പെടുത്തിയ ആൾക്ക് അവരുമായിട്ട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല, അവർ മുൻപരിചയവും ഇല്ല. എന്തിനു കൊലപ്പെടുത്തി ആർക്കും അറിയില്ല. ആളുകൾ പറയുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിൻ്റെയും അതിൻ്റെയൊക്കെ ഉപഭോഗത്തിന് അടിമയായിട്ടുള്ള ഒരാളാണ് ഈ കൊലപ്പെടുത്തിയ ആൾ എന്നാണ് പറയുന്നത്. അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു ചെറിയൊരു ആഭരണം വലിച്ച് പറിച്ചെടുത്ത്
അത് കൊണ്ടുപോയി ചാലയിൽ വിറ്റിട്ട് മടങ്ങി വരുമ്പോഴാണ് ഈ ആളെ പോലീസ് പിടിച്ചതെന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ഒരു ജീവൻ എടുക്കാൻ മടിയില്ലാത്ത ഒരു സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അങ്ങേയറ്റം ഹിംസാത്മകമായിട്ടുള്ള ഒരു സമൂഹമായിട്ട് കേരളീയ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി. ഈ കവിതാ സമാഹാരത്തിൽ തന്നെ പറയുന്നത് പറയാതിരിക്കുന്നത് എങ്ങനെ എന്ന കവിതയുടെ ആദ്യ വരികൾ, ആ വരികൾ ഇന്നത്തെ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ ശരിയാണ്. കൊലവിളി കേട്ടു രസിക്കുപോരെ, പുലകുളി കാണാൻ കൊതിക്കുപോരെ എന്നാണ് നമ്മുടെ സമൂഹത്തെ കവി അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് നടക്കുന്ന വാർത്തകൾ, ഓരോ ദിവസവും നടക്കുന്ന സംഭവങ്ങൾ, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, അതിൻ്റെ വാർത്തകൾ മാത്രമല്ല. ഇന്നത്തെ പത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, വയനാട്ടിലെ ഒരു ആദിവാസി യുവാവിനെ കാറിൻ്റെ ഡോറിൽ കൈയിട്ട് റോഡിലൂടെ പിടിച്ച് വണ്ടിക്കൊപ്പം വലിച്ചിഴക്കുന്ന ഒരു ചിത്രം. അങ്ങനെ ഒരു സാഹചര്യം. രണ്ടുപേര് തമ്മിലുള്ള തർക്കം കണ്ടിട്ട് ആ തർക്കം തടയാൻ വേണ്ടി വന്നു എന്നുള്ളതിനപ്പുറത്ത് ഈ ആദിവാസി യുവാവ് വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം, ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ ഒരുപക്ഷെ ഉപഭോഗ സംസ്കാരം വളർന്നു വരുന്നു, അത് നമ്മുടെ മുഴുവൻ സമൂഹത്തെയും കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ള പല പല കാരണങ്ങളാൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും പാരമ്പര്യം, ആ പാരമ്പര്യം കൈവിട്ടു പോയതാണ് നമുക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ചയും തെറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ആ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇപ്പം ചില ആളുകൾ പല 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 പേരുകളിൽ അത് പറയാം, സഹിഷ്ണുതയുടെ, സമഭാവനയുടെ ഒക്കെ പാരമ്പര്യം. നമ്മളിപ്പോൾ സഹിഷ്ണുത എന്ന വാക്ക് ഒരു വലിയ ഒരു ഗുണമായിട്ടാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് സഹിഷ്ണുത എന്ന് പറയുന്ന വാക്ക് അത്ര വലിയൊരു വാക്കല്ല, അത്ര വലിയൊരു ഗുണമല്ല. സഹിഷ്ണുതക്ക് അപ്പുറത്തുള്ള ഒരു പാരമ്പര്യമാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ പാരമ്പര്യം സർവധർമ്മ സമഭാവത്തിൻ്റെ പാരമ്പര്യമായിരുന്നു. ചാർവാകനെയും മുനിയായിട്ട് കണക്കാക്കിയ പാരമ്പര്യമായിരുന്നു. ഒരു വശത്ത് ഈശ്വരനെയും പൂജയും ബാക്കിയുള്ളതൊക്കെ അല്ലെങ്കിൽ ആരാധനയൊക്കെ നടക്കുമ്പോൾ നാസ്തികനാണെന്ന് പറയുന്ന ചാർവാകനെയും നമ്മൾ പറഞ്ഞു മുനിയാണ്, മഹർഷിയാണ്, അദ്ദേഹം അറിവുള്ള ആളാണ്. മഹർഷി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പറയുന്ന വാക്കിൻ്റെ അർത്ഥമല്ല മഹർഷിക്ക് അക്കാലത്തുണ്ടായിരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മഹർഷി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന ആളാണ് മഹർഷി, സ്വയം അറിയാൻ പരിശ്രമിക്കുന്നത്. നമ്മളെല്ലാവരും ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഈ സ്വയം അറിയാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. തന്നെ അറിയാൻ ശ്രമിക്കുക, തന്നെ അറിയാൻ ശ്രമിക്കുക, തനിക്ക് ചുറ്റുമുള്ളവരെ അറിയാൻ ശ്രമിക്കുക, പ്രപഞ്ചത്തെ അറിയാൻ ശ്രമിക്കുക, താനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെ അറിയാൻ ശ്രമിക്കുക. ഇതാണ് നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള ഋഷിമാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രമിച്ചത്. അന്ന് അവർ ശ്രമിച്ച കാലഘട്ടത്തിൽ വസുധൈവ കുടുംബകം എന്നുള്ള ഒരു ധാരണയുടെ, വിശ്വാസത്തിൻ്റെ, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ, എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ തറവാടാണ്, എനിക്ക് ചുറ്റും നിൽക്കുന്നതൊക്കെ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, എൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ശക്തിയുടെ ഒരു അംശമാണ് ഞാൻ, അപ്പോൾ ഞാനും മറ്റുള്ളവരും തമ്മിൽ ഭേദമില്ല. അപ്പോൾ അങ്ങനെ സർവ്വ ജീവജാലങ്ങളെയും പവിത്രമായിട്ട് കണക്കാക്കുന്ന ഒരു പാരമ്പര്യം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ കാവുകൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും, ജീവജാലങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും, നദികളെയും പർവ്വതങ്ങളെയും ഒക്കെ ആരാധിക്കുന്നതിൻ്റെ പശ്ചാത്തലവും, ഇതൊക്കെ ഈ ഒരു എല്ലാറ്റിനെയും ഒന്നായിട്ട് കാണാൻ കഴിയുന്ന, എല്ലാറ്റിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ശക്തി, ആ ശക്തി ഒരേ ചൈതന്യമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് നമ്മുടെ പൂർവികർ പ്രാർത്ഥിച്ചിരുന്നത് ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ
എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുകൂടി ഒരുമിച്ചാണ്, നമ്മളെല്ലാവരും ഒരുമിച്ചാണ് എന്നുള്ള ധാരണയോടുകൂടി ഒരുമിച്ച് മുന്നേറാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം എന്നാണ് പറഞ്ഞത്. തന്നോട് വിയോജിക്കുന്നവരെയും തൻ്റെ വിശ്വാസധാരകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളവരെയും ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിച്ച ഒരു പാരമ്പര്യമല്ല നമ്മുടേത്. അന്യ മതങ്ങളിൽപ്പെടുന്ന ആളുകളെ ബലാത്സംഗം ചെയ്യണം, അന്യമതസ്ഥൻ്റെ തലവെട്ടണം, ഇതൊക്കെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പാരമ്പര്യം, ആ പാരമ്പര്യമല്ല നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ നമ്മൾ മുന്നോട്ട് വച്ചിട്ടുള്ളത്. നമ്മുടെ പല സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങൾ, പരമശിവൻ കാളകൂട വിഷം കഴിച്ചു എന്നാണ് പറയുന്നത്. കാരണം ലോകത്തിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ സ്വയം അതിനെ ഉൾക്കൊള്ളുക എന്നുള്ള ആശയം. അതിൻ്റെ അർത്ഥം സ്വജീവൻ ത്യജിച്ചാലും സഹജീവികൾക്ക് ദോഷമുണ്ടാകരുത് എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റിനോടും വ്ളാഡിമിർ പുതിൻ, അതോടൊപ്പം യുക്രൈനിലെ പ്രസിഡന്റ് സെലൻസ്കിയോടുമൊക്കെ പറഞ്ഞത്, നമുക്കിന്ന് യുദ്ധവും പോരാട്ടവുമല്ല, യോഗയും ആയുർവേദവുമാണ്. യോഗയാണ് നമുക്ക് ആവശ്യം, ബുദ്ധൻ്റെ മാർഗമാണ് നമ്മുടെ ആവശ്യം, യുദ്ധമല്ല ബുദ്ധനാണ് നമ്മുടെ പരിഹാരം എന്ന് അദ്ദേഹം പറയാൻ കാരണം അതായിരുന്നു. അപ്പോൾ ആ തരത്തിൽ ഇന്നത്തെ ആയുർവേദത്തിൻ്റെയും യോഗയുടെയും ഒക്കെ മാർഗം, ഈ മാർഗം പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അത് അംഗീകരിക്കാതെ അദ്ദേഹം പറയുന്നു എന്നുള്ളത് കൊണ്ട് അംഗീകരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അത് നമ്മുടെ പാരമ്പര്യത്തെയാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയേണ്ട ആളുകൾ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് അങ്ങനെയുള്ള പല ആൾക്കാരും അവർക്ക് സെലക്റ്റീവായിട്ട് മാത്രമേ അവർ വാ തുറക്കാറുള്ളൂ. ചില സന്ദർഭങ്ങളിൽ അവർ വാ തുറക്കും, ചില സന്ദർഭങ്ങളിൽ അവർ വായ അടച്ചു വെക്കും. നമ്മൾ സാംസ്കാരിക നായകന്മാർ എന്നാണ് കുറേ കാലമായിട്ട് അവരെ വിളിക്കാറ്. അവരെ എങ്ങനെ വിളിക്കണം എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ആളുകളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സാഹചര്യങ്ങളോട് അവരുടെ പ്രതികരണം, ആ പ്രതികരണം പലപ്പോഴും ഈ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഴഞ്ചനാണ്, അത്തരം കാര്യങ്ങളൊക്കെ ഇല്ലാതാവേണ്ടതാണ് എന്ന് പറയുന്നതാണ് ശരി, എന്ന് പറയുന്നതാണ് ശാസ്ത്രീയത എന്നുള്ള ഒരു ധാരണ പരത്താൻ ശ്രമിക്കുന്ന ആളുകൾ. കാരണം ആധുനികമാകുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ആധുനികതയും ശാസ്ത്രീയതയും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ് എന്നുള്ള ധാരണ, ആ ധാരണ തെറ്റാണ്. കാരണം നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും ധാരാളം വശങ്ങളിൽ ശാസ്ത്രീയതയുണ്ട്. ചില കാലഘട്ടങ്ങളിൽ ഏത് കാര്യത്തിനും കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്ന ജീർണത, ആ ജീർണത ഭാരതീയ ആചാരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ആചാരങ്ങൾ അനാചാരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ആ അനാചാരങ്ങളെ കാലാനുസൃതമായിട്ട് പുറന്തള്ളണം. ആ കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ കാലാനുസൃതമായിട്ടുള്ള നവീകരണങ്ങൾ നടത്തുകയും അതേ സമയത്ത് അതിൻ്റെ അന്തസ്സത്തെയും ശാസ്ത്രീയതയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചുള്ള ചർച്ച വരുമ്പോൾ അദ്ദേഹം സനാതന പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ആളാണെന്ന് പറയുമ്പോൾ അത് പറയാൻ പലർക്കും മടിയാണ്. കാരണം ആ സനാതന പാരമ്പര്യം എന്ന് പറയുന്നത് ഈ നാടിൻ്റെ പാരമ്പര്യമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പാരമ്പര്യത്തിനെയാണ് സനാതന പാരമ്പര്യം എന്ന് പറയുന്നത്. അതാണ് ഭാരതത്തിൻ്റെ പാരമ്പര്യം. ആ സനാതന പാരമ്പര്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടത് കൊണ്ടാണ് ഗുരുദേവന് അദ്ദേഹത്തിൻ്റെ രചനകളിൽ ഈ പാരമ്പര്യം മുഴുവൻ പ്രകടമാക്കിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വശം അത് പറയാൻ പലപ്പോഴും മടിയാണ്. അതേസമയത്ത്
മതതീവ്രവാദം കേരളത്തിൽ വേരൂന്നുന്നു എന്ന് കണ്ടില്ലെന്ന് നടിക്കാൻ പലപ്പോഴും സാംസ്കാരിക നായകന്മാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ്, ആ ഇരട്ടത്താപ്പ് ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള വിധി കൽപ്പിക്കാൻ കഴിയുന്ന ധാർമ്മിക ശക്തിയുള്ള പൊതുപ്രവർത്തകർ, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകരെ മാറ്റി നിർത്താം, കാരണം രാഷ്ട്രീയ പ്രവർത്തകർക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവർ മുന്നോട്ട് വെക്കും. പക്ഷേ രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി സത്യം എന്താണ്, അസത്യം എന്താണ്, ന്യായം എന്താണ്, അന്യായം എന്താണ്, ശരി എന്താണ്, തെറ്റെന്താണ് എന്ന് പറയാൻ മറ്റ് താല്പര്യങ്ങളൊന്നുമില്ലാതെ തുറന്നു പറയുന്ന ആളുകൾ കേരളീയ സമൂഹത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, ശ്രീകുമാരൻ തമ്പി നോർത്ത് അമേരിക്കയിലുള്ള മലയാളികൾ, ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് അവരൊന്നും ഒരുമിച്ച് കൂടി, അത്രേ ഉള്ളൂ, അവർ വേറെ ഒന്നും ചെയ്തിട്ടില്ല. കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക, നമ്മുടെ സത്യാനന്ദ സരസ്വതി സ്വാമികൾ മുൻകൈ എടുത്ത് തുടങ്ങിയ ഒരു പ്രവർത്തനമാണ്. അവരിവിടെ വന്നിട്ട് അവർ ഒരു പ്രചരണവും നടത്തിയിട്ടില്ല, അവർ ശരിയാണെന്നും തെറ്റാണെന്നും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീകുമാരൻ തമ്പി പോയപ്പോൾ അതിനെതിരായിട്ട് വലിയ ബഹളമായിരുന്നു. ശ്രീകുമാരൻ തമ്പി അതിനെങ്ങനെയാണ് പോവുക? അവിടെ പോയിട്ട് അദ്ദേഹം എന്ത് പറയുന്നു എന്ത് പറയുന്നില്ല എന്നുള്ളതൊന്നുമല്ല, അദ്ദേഹം പോകാനേ പാടില്ല. അപ്പോൾ ഇതൊരു തരം തീവ്രവാദമാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് അല്ലാത്തതൊക്കെ ഒന്നും ഈ നാട്ടിൽ ആവശ്യമില്ല, എൻ്റെ വാദങ്ങൾ മാത്രം മതി. എന്നോട് വിയോജിക്കാൻ സ്വാതന്ത്ര്യമുണ്ടല്ലോ, വിയോജിക്കാൻ ആർക്കും ആരോടും വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, സനാതന പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ വിയോജിക്കാനുള്ള അവകാശമാണ്. ആരാധനയിൽ സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഏത് ഈശ്വരനെയും പൂജിക്കാം, ഏത് ഈശ്വരനെ ഏത് രീതിയിലും ആരാധിക്കാം. വിഗ്രഹാരാധനയിലുണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇനി വിഗ്രഹങ്ങളൊന്നും എനിക്ക് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ഓച്ചിറയിൽ അതുകൊണ്ട് പരബ്രഹ്മം, ഒരു വിഗ്രഹമില്ല അവിടെ. ഇനി എനിക്ക് ഈശ്വരനിലെ വിശ്വാസമില്ല, ക്ഷേത്രങ്ങളിലൊന്നും വിശ്വാസമില്ല, ഞാൻ നാസ്തികനാണ്, അതുമാവാം. ഇത്രയും സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഇതിനപ്പുറത്തുള്ള ഒരു ജനാധിപത്യ ബോധം ലോകത്ത് വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും? ലോകത്ത് വേറെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ളൊരു ജനാധിപത്യ ബോധം ആരാധനയുടെ കാര്യത്തിൽ അനുവദിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം ലോകത്ത് മറ്റെവിടെയും ഉണ്ടായിട്ടില്ല. അതിന് പിൽക്കാലത്ത് ചില അപഭ്രംശങ്ങളും ജീർണതകളും ഒക്കെ സംഭവിച്ചു. പക്ഷെ അതിനെയെല്ലാം തിരിച്ചു കൊണ്ടുവന്നതും അതേ പാരമ്പര്യത്തിൽ വിശ്വസിച്ച ആളുകളായതുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയത്. അല്ലെങ്കിൽ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ സത്യം എന്താണ് എന്ന് പറയാൻ, സത്യത്തെയും അസത്യത്തെയും തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട്, ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ രചിച്ചിട്ടുള്ള ഈ കവിതാ സമാഹാരത്തിൻ്റെ തലക്കെട്ട് ഉത്തിഷ്ഠത ജാഗ്രത എന്നുള്ള തലക്കെട്ട്, അത് ഏറ്റവും പ്രസക്തമായിട്ടുള്ള, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള തലക്കെട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഉപനിഷത്ത് വാക്കിനെ ജനകീയമാക്കിയ സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണത്. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാ നിബോധത. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിനെ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഭാരതത്തിൻ്റെ ദേശീയ ആദർശം പരിത്യാഗവും സേവനവുമാണ്. ആ വഴിക്ക് അവളെ തീവ്രമാക്കൂ, ബാക്കിയെല്ലാം അതതിൻ്റെ വഴിക്ക് നടന്നുകൊള്ളും. അതിന് കലാകാരന്മാർക്കും കലാകാരികൾക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിന് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ വഴിയിൽ ഇനിയും ദീർഘദൂരം മുന്നോട്ട് പോകാൻ വാഗീശ്വരിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്തതായി സംസാരിക്കുന്നതിനായി ഡോക്ടർ ശ്രീവത്സൻ നമ്പൂതിരി സാറിനെ ക്ഷണിക്കുന്നു. എനിക്ക് ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ശ്രീ വി മുരളീധരൻജി,
എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഡോക്ടർ BS ബാലേന്ദ്രൻ സാർ, ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ കാരണഭൂതൻ ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ, വേദിയിലിരിക്കുന്ന എല്ലാവരും വിശിഷ്ട വ്യക്തികളാണ്. പക്ഷേ സമയക്കുറവ് കാരണം എല്ലാവരുടെയും പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. സുദർശൻ കാർത്തികപ്പറമ്പിലിൻ്റെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന ഈ കവിതാ സമാഹാരത്തിൻ്റെ പേര്, അതിൻ്റെ തലക്കെട്ട് വളരെ മനോഹരമായി വർത്തമാനകാല സംഭവങ്ങളുമായി കൂട്ടിയിണക്കി വളരെ ഗൗരവപൂർണമായ ഒരു പ്രസംഗമാണ് ശ്രീ V. മുരളീധരൻജി ഇവിടെ നടത്തിയത്. അദ്ദേഹത്തിന് കവിതയുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞത് വെറുതെയാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ കവിതയെ ഇവിടെ വ്യാഖ്യാനിച്ചത്. അതിന് ഞാൻ എൻ്റെ അഭിനന്ദനം അദ്ദേഹത്തെ രേഖപ്പെടുത്തുകയാണ്. വളരെ സൂക്ഷ്മമായി എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കുകയും പഠിക്കുകയും, ഇവിടെ സ്വാഗത പ്രസംഗക പറഞ്ഞ പോലെ യാതൊരു ബഹളവുമില്ലാതെ അതിനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ശ്രീ V. മുരളീധരൻജിയുടെ ഒരു രീതി എന്ന് നമുക്കറിയാം. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം 5 വർഷക്കാലം വിദേശകാര്യ പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയായി. ആ 5 വർഷവും ഒരു ആക്ഷേപവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ തൻ്റെ വകുപ്പ് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവിൻ്റെ ഉദാഹരണമാണ്. നമുക്കറിയാം, ആ കാലഘട്ടത്തിൽ ഒത്തിരി വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. കോവിഡിൻ്റെ പ്രശ്നം, സുഡാനിലുണ്ടായ പ്രശ്നം, പിന്നീട് ഖത്തറിലുണ്ടായ പ്രശ്നം, ഇതെല്ലാം വളരെ മനോഹരമായി അല്ലെങ്കിൽ ഭംഗിയായി തരണം ചെയ്ത് രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് ഓരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ അർപ്പണബോധത്തിൻ്റെ ഉദാഹരണമായിട്ട് കാണുവാനാണ് എനിക്കിഷ്ടം. ഈ ചടങ്ങിന് ഇവിടെ എത്തിയ അദ്ദേഹത്തോടുള്ള എൻ്റെ അകൈതവുമായ വ്യക്തിപരമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കൂടുതൽ സമയം എടുക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അർഹതയും അംഗീകാരവും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉദ്ഘാടന പ്രസംഗം പറഞ്ഞ പോലെ സാംസ്കാരിക തലം മുഴുവൻ ചില ക്ലിക്കുകളുടെയും അതുപോലെ തന്നെ ചില വ്യക്തികളുടെയും ഒക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ആശയങ്ങൾക്കും അനുസൃതമായിട്ടാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ അർഹതയുള്ളവർക്ക് അംഗീകാരം ലഭിക്കാതെ വരികയും, അതിൻ്റെ മറുഭാഗം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിൽ എന്ന കവി ഇന്നിവിടെ നമുക്ക് മുമ്പിൽ തുറന്നു തന്നിരിക്കുന്ന ഈ മുദ്രാവാക്യം ഉത്തിഷ്ഠത ജാഗ്രത, അത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എന്ന് മാത്രം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും കണ്ണും കാതും കൂർപ്പിച്ച് ഇരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് വന്നിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾക്ക് പ്രചോദനമാവാൻ ഈ കവിത സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. തമ്പാൻ സാറും വിളക്കുടി സാറും ഒക്കെ ഇവിടെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ ചടങ്ങിന് എന്നെ ഇവിടെ ക്ഷണിച്ച ശ്രീ സുദർശൻ കാർത്തികപ്പറമ്പിലിനും അതുപോലെ സദ്ഭാവന ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു കാര്യം കൂടി പറയണം. ഡോക്ടർ BS ബാലേന്ദ്രൻ സാറിൻ്റെ അദ്ദേഹം നടത്തുന്ന സേവനങ്ങൾ വളരെ വിപുലമാണ്. നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത്.
തീർച്ചയായിട്ടും ഒരു വലിയ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്ന, അല്ലെങ്കിൽ അതിനെ വളരെ മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം കാണിക്കുന്ന ഭരണ മികവും നേതൃപാഠവും നമുക്കറിയാം. അതിന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. അടുത്തായി മുഖ്യപ്രഭാഷണത്തിനായി ഡോക്ടർ M.R. തമ്പാൻ സാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ വിശിഷ്ടാതിഥി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ അവർ, അധ്യക്ഷൻ ശ്രീ ബാലേന്ദ്രൻ, ഈ ചടങ്ങിൻ്റെ താരമായ സുദർശൻ കാർത്തികപ്പറമ്പിൽ, വേദിയിലെയും സദസ്സിലെയും എത്രയും ബഹുമാന്യരെ, സുദർശൻ കാർത്തികപ്പറമ്പിലിൻ്റെ ഉത്തിഷ്ഠത ജാഗ്രത എന്ന കൃതിയുടെ മൂല്യത്തിനും ശ്രേഷ്ഠതയ്ക്കും അനുസൃതമായി മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ തന്നെ ഇത് പ്രകാശനം ചെയ്തതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഇനി കൃതി മുഖ്യപ്രഭാഷണമാണെങ്കിലും ഒരു 10 മിനിറ്റ് കൂടുതൽ ഞാൻ എടുക്കില്ല. കാരണം പുസ്തകത്തിൻ്റെ അവതരണത്തിന് ശ്രീ വളക്കുടി രാജേന്ദ്രൻ മിക്കവാറും എല്ലാ കവിതകളും ഒരു പ്രൗഢമായ അവതാരിക ഈ കൃതിക്ക് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഈ കൃതിയെക്കുറിച്ച് ആധികാരികമായി പറയുന്നതിന് അദ്ദേഹത്തിന് കഴിയും. ഞാൻ ഈ കൃതിയെ അറിയാൻ, സൃഷ്ടിയെ അറിയാൻ, സൃഷ്ടാവിനെ അറിയണമെന്ന് പറയുന്നത് പോലെ സുദർശൻ കാർത്തികപ്പറമ്പിലിനെ കുറിച്ച് ഏതാനും കാര്യങ്ങൾ പറയണം. അദ്ദേഹത്തിൻ്റെ കവിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ കവിതയ്ക്കൊരു പ്രത്യേകതയുണ്ട്, ഒരു സവിശേഷതയുണ്ട്. അത് വൃത്തവും അലങ്കാരവുമുള്ള കവിതയാണ്. മലയാള വൃത്തത്തിലും ദ്രാവിഡ വൃത്തത്തിലും സംസ്കൃത വൃത്തത്തിലും ഒരുപോലെ എഴുതാൻ കഴിയുന്ന അപൂർവം കവികളിൽ ഒരാളാണ് സുദർശൻ കാർത്തികപ്പറമ്പിൽ. കാരണം വൃത്തത്തിലും അലങ്കാരത്തിലുമൊക്കെ എഴുതുന്ന കവിതയ്ക്ക് താളവും ലയവും ശ്രുതിയും സംഗീതവും ഒക്കെ ഉണ്ടാകുള്ളൂ, ഛന്ദസ്സുണ്ടാവുകയുള്ളൂ. അതെല്ലാം ഇദ്ദേഹത്തിൻ്റെ കവിതകൾക്കുണ്ട്. ഇന്ന് കവിതകൾ 2 സമാന്തര പാതയിലൂടെ നീങ്ങുകയാണ്. ഒന്ന് പാരമ്പര്യ കവിത, അതിൽ വളരെ കുറച്ച് ആളുകളെ, സുദർശനെ പോലുള്ള വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. മറ്റൊന്ന് നവീന കവിതയാണ്. നവീന കവിത എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ കവിതയെന്ന് മാത്രമല്ല, എന്തൊക്കെയോ സവിശേഷതകളുള്ള കവിതയെന്നും അർത്ഥമുണ്ട്. നവീന കവിതകളിൽ അയ്യപ്പ പണിക്കർ സാറും സച്ചിദാനന്ദനും അതുപോലെ തന്നെ ശങ്കരപ്പിള്ളയും ഒക്കെ തുടങ്ങി വെച്ചതാണ്. അവരുടെ നവീന കവിതകളിൽ ആശയങ്ങളുണ്ട്, സമൂഹത്തിൻ്റെ തിന്മകളെ അതിരൂക്ഷമായി എതിർക്കുന്നുണ്ട്. അങ്ങനെ എതിർക്കുവാൻ വേണ്ടി കോമള പദങ്ങളും വിശേഷങ്ങളും ഒക്കെ അവർ കവിതയിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. പക്ഷേ അവരെപ്പോലെ ഞങ്ങളും നവീന കവിതകളാണെന്നും കവികളാണെന്ന് പറഞ്ഞു വൃത്തത്തിലും അലങ്കാരത്തിലും കവിത എഴുതാൻ അറിയാത്തവർ ഗദ്യം വിഘടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കള്ളനാണയങ്ങളുള്ളതുപോലെ കവിതയിലും കാവ്യശാഖയിലും അങ്ങനെ കവിത എഴുതുന്നവരുണ്ട്. ആ കവികൾ ഇദ്ദേഹത്തെ സുദർശനെ ഒന്ന് മാതൃകയാക്കില്ല. മറ്റൊന്ന്, ഇവിടെ മൊബൈൽ കൈകാര്യം ചെയ്യുന്നവർക്കറിയാം, ഞാനത് വലുതായിട്ട് കൈകാര്യം ചെയ്യാറില്ല, ഭാര്യ പറഞ്ഞാണ് പലപ്പോഴും പറയുന്നത്. സുദർശൻ ദിവസം ഓരോ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ കാലത്ത് തുടങ്ങിയ ഒരു യജ്ഞമാണ്. അതിന് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന അവസരത്തിൽ ഞാനും വളക്കുടിയൊക്കെ കൂടി 100 ദിവസം കൊണ്ട് 100 പുസ്തകം ഇറക്കി പരിപാടി ഇട്ടു. അത് 141 ഇറക്കി. പക്ഷെ ഞങ്ങളെയൊക്കെ കവച്ചു വെച്ചുകൊണ്ട് ഓരോ ദിവസവും വ്യത്യസ്തമായ പ്രമേയങ്ങളോടുകൂടി അദ്ദേഹം കവിതകൾ എഴുതിക്കൊണ്ടിരിക്കും. ആ എഴുതിയ കവിതകളെല്ലാം സമാഹരിക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഉത്തിഷ്ഠത ജാഗ്രത പോലെ ഒരു 10-30 പുസ്തകങ്ങൾക്കുള്ള മാറ്റർ ഇപ്പോഴേ റെഡിയാക്കിയിരിക്കുകയാണ്. 1000 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ബാലേന്ദ്രൻ തയ്യാറായതുകൊണ്ട്, സദ്ഭാവന തയ്യാറായതുകൊണ്ട് ആ പുസ്തകങ്ങളുമൊക്കെ ഇനി തുടർച്ചയായിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഇന്ന് ബന്ധമില്ലാത്ത കാലഘട്ടമാണ്. രാഷ്ട്രീയത്തിലായാലും സാഹിത്യത്തിലായാലും എല്ലാം ഇതാണ്. അതിന് ഒരു അപവാദമാണ് സുദർശൻ ഞാൻ കാണുന്നത്. ഒന്ന്, അദ്ദേഹം ഈ കരയുന്നവൻ്റെ പുറകെ പോകുന്നവനാണ് കവി എന്നൊരു ചൊല്ലുണ്ട്. ഭരണകൂടത്തിനോട് കലഹിക്കുന്നവനാണ് കവി. വേട്ടക്കാരനോടൊപ്പം എരയോട് ഒപ്പം ഓടുന്നതല്ല, എരയോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ നെഞ്ചിലേറ്റുന്നതാണ് കവി. മനസ്സിൽ ആർദ്രതയുള്ളവരാണ് കവി. അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തിൽ സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാണ് കവി എന്നത്. ആ സാമൂഹിക പ്രതിബദ്ധതയും പാരമ്പര്യത്തോടുള്ള സ്നേഹവും, ഇവിടെ ശ്രീ വി മുരളീധരൻ പറഞ്ഞതുപോലെ ഭാരതീയ സംസ്കാരത്തോടും ദർശനങ്ങളോടുമൊക്കെ വളരെ ആഭിമുഖ്യമുള്ള കവിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ പലരും അദ്ദേഹത്തിന്
BJP-കാരനെന്ന് ചിത്രീകരിച്ചിട്ടുമുണ്ട്. അതിലൊന്നും അദ്ദേഹത്തിന് എങ്ങനെ ചിത്രീകരിക്കുന്നതിലും അദ്ദേഹത്തിനൊരു വിഷമവുമില്ല. ഭാരതീയ പാരമ്പര്യവും ഭാരതീയ സംസ്കാരം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ കുത്തകയല്ല. സിന്ധു നദീതടതീരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പിന്മുറക്കാരായി അതിൻ്റെ പാരമ്പര്യം പേറുന്ന ഈ നാട്ടിലെ ഹിന്ദുക്കൾക്കും ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ നാട്ടിലെ ഭാരതീയർക്കും മൊത്തം അവകാശപ്പെട്ടിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് അത്തരം മുദ്രകുത്തലൊന്നും കക്ഷി കാര്യമാക്കാറുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ പാരമ്പര്യത്തിൻ്റെ ഇത് വാക്കിലും കവിതയിലുമുള്ള ആ പാരമ്പര്യ സ്നേഹം അദ്ദേഹം പ്രവൃത്തിയിലും കാണിച്ചു എന്നുള്ളതാണ്. വേലുത്തമ്പി ദളവയുടെ സ്മാരകം, വേലുത്തമ്പി ദളവ ജനിച്ച ജന്മഗൃഹം അത് അന്യാധീനപ്പെട്ടു പോകും എന്ന് കണ്ട അവസരത്തിൽ അത് ഏറ്റെടുക്കാനും അത് നവീകരിക്കാനും അതൊരു മ്യൂസിയമാക്കി മാറ്റാനും അദ്ദേഹത്തിന് കഴിയും. ഏതാണ്ട് 1 കോടിയോളം രൂപ സ്വന്തം പോക്കറ്റിൽ നിന്ന് സകല സ്വത്തുക്കളും വിറ്റഴിച്ച് അത് ഒരു മ്യൂസിയമാക്കാൻ. അത് പാരമ്പര്യത്തോടുള്ള സ്നേഹമാണ്, അത് സാമൂഹിക പ്രതിബദ്ധതയുടെ തെളിവാണ്. കാരണം ഇവിടെ ഇന്ത്യയുടെ 1ാമത്തെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് ആദ്യമായി കുണ്ട്ര വിളംബരത്തിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ കാഹളം ബ്രിട്ടീഷുകാർക്കെതിരായി ഉയർത്തിയ ധീരയോദ്ധാവാണ് വേലുത്തമ്പി ദളവ. രാജാക്കന്മാരുടെ അന്നത്തെ ദുർബലനായ ഒരു രാജാവ് ബാലരാമവർമ്മ രാജാവിൻ്റെ കീഴിൽ മാത്യു തരകനും അതുപോലെ ശങ്കരനാരായണൻ ചെട്ടിയും ജയന്തൻ നമ്പൂതിരിയും അഴിമതിയും അനീതിയും അക്രമവും പിടിച്ചുപറിയും നടത്തിയപ്പോൾ പെരുമ്പറ കൊട്ടി ജനങ്ങളെ സംഘടിപ്പിച്ച് കൊട്ടാരത്തിലേക്ക് ജാഥ നടത്തിയ ജനകീയ യോദ്ധാവ് കൂടിയാണ് വേലുത്തമ്പി. ആ വേലുത്തമ്പി ദളവയെ ജന്മഗൃഹം സംരക്ഷിക്കുക, അത് നമ്മുടെ പൈതൃകം സംരക്ഷിക്കുകയാണ്. ആ പൈതൃകം സംരക്ഷിക്കണമെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള മനസ്സിൽ ആർദ്രതയുള്ള ഒരു കവിക്ക് കഴിയൂ. നമ്മുടെ കവിതയിൽ കാണിക്കുന്ന ഈ കാര്യങ്ങൾ അദ്ദേഹം ഇതിലും കാണിച്ചിട്ടുണ്ട്, അത് പ്രവൃത്തിയിലും കാണിച്ചിട്ടുണ്ട്. ഇന്നലെ ഇവിടെ ഒരു പുസ്തക പ്രകാശനം നടന്നു. അതൊരു എഞ്ചിനീയറുടെ ആയിരുന്നു. ആ എഞ്ചിനീയറുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ച്, പ്രതിബന്ധങ്ങളെക്കുറിച്ചൊക്കെ നല്ല പുസ്തകമായിരുന്നു, ഒരു ഓർമ്മക്കുറിപ്പുകളായിരുന്നു, സർവീസ് സ്റ്റോറിയായിരുന്നു. ഇന്നും ഒരു എഞ്ചിനീയറുടെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്തത്. സുദർശൻ എഞ്ചിനീയറാണെന്ന് പലർക്കും അറിയില്ല. അദ്ദേഹം എഞ്ചിനീയർ മാത്രമല്ല, അതോടൊപ്പം തന്നെ കവിയുമാണ്, ചിത്രകാരനുമാണ്, ശില്പിയുമാണ്. പക്ഷെ അതും ഒരു കച്ചവടമാക്കാതെയാണ് അദ്ദേഹം നടത്തുന്നത്. അവിടെ ചിത്രകലാമണ്ഡലത്തിൻ്റെ അതുപോലെ തന്നെ ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ സാരഥിയാണ് അദ്ദേഹം തന്നെ, സൃഷ്ടാവും അദ്ദേഹം തന്നെ നയിക്കുന്നതും, അതുകൊണ്ട് തന്നെ അത് നന്നായി നടക്കുന്നുമുണ്ട്. പക്ഷെ അവിടെ കുട്ടികൾക്ക് സൗജന്യമായി കമ്പ്യൂട്ടർ പരിശീലനവും അതുപോലെ തന്നെ ചിത്രരചന പരിശീലനവുമൊക്കെ അവിടെ നടത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വാക്കും കവിതയിലുള്ള ആശയവും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള. പിന്നെ എല്ലാ മനുഷ്യനും ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു മൈൻഡ്സ് നെഗറ്റീവ് പോയിൻ്റായിട്ട് ഞാൻ കാണുന്നില്ല, ഞാനതിൻ്റെ പോസിറ്റീവ് പോയിൻ്റായിട്ടാണ് ഞാൻ കാണുന്നത്. കക്ഷിയുടെ മനസ്സാക്ഷിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും അതാരായാലും മന്ത്രിയായാലും ശരി, ഏറ്റവും അടുത്ത സ്നേഹിതനായാലും ശരി, അത് വെട്ടിത്തുറന്ന് പറയുക. പറയച്ചിലോടുകൂടി അദ്ദേഹത്തിൻ്റെ വിരോധമെല്ലാം തീരും. പക്ഷേ പലരും അതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ അദ്ദേഹത്തിന് സൃഷ്ടിക്കാൻ കിട്ടും. നേരത്തെ ഇവിടെ പറഞ്ഞൊരു അർഹമായ അംഗീകാരം കിട്ടിയില്ല എന്ന് പറയുമല്ലോ. അദ്ദേഹത്തിന് അടുത്ത സുഹൃത്തുക്കൾ, ഒരിക്കലും പടങ്ങാത്ത ഒരു 4-5 സുഹൃത്തുക്കളാണുള്ളത്. അതിലൊന്ന് ഞാനാണ്. ഈ കവിതാ സമാഹാരത്തിൽ എന്നെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടൊരു കവിതയുണ്ട്. പക്ഷേ അത് ധ്വന്യാത്മകമായതുകൊണ്ട് ആർക്കും മനസ്സിലാകില്ല. പക്ഷേ എൻ്റെ മുഖത്ത് നോക്കി സുദർശൻ തന്നെ ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. പലപ്പോഴും സുദർശൻ എൻ്റെ പരിപാടി എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് പറയും, സാറേ ഫ്രോഡുകൾ നടത്തുന്ന പരിപാടിയാണ്, ആ അവാർഡ് ദാനത്തിന് സാർ ഇന്ന് പോകരുത്, അത് സാറിൻ്റെ ക്ഷീണമാണ്, സാർ അതിന് പോകരുത്. അതേ കണക്ക് ചില ബുക്കുകൾക്ക് അവതാരിക എഴുതും. അവതാരിക എഴുതുമ്പോൾ സാറേ ഈ ചവർ കവിതയ്ക്ക് ഇത്രയും നല്ല വാക്കിലേക്ക് ഈ അവതാരിക എഴുതേണ്ട കാര്യം എന്താണ്, സാറിനൊരു വിലയും നിലയില്ലേ, സാറേ ഈ പരിപാടി നിർത്തണം എന്ന് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തവണ അത് പേര് പറയാതെ ഒരു കവിത അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കുറിച്ചാണ്. പക്ഷേ ഇതിന് എനിക്ക് ഒരു ന്യായീകരണമുണ്ട്. ഞാൻ ഗുരുവായി കാണുന്നത് ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിനെയാണ്. ശൂരനാട് കുഞ്ഞമ്പിള്ള സാറിൻ്റെ അടുക്ക് ലീലാതിലകത്തിൻ്റെ വ്യാഖ്യാന പുസ്തകം ഞങ്ങൾ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നടക്കുക. അതിന് ഞാൻ സാറിൻ്റെ അടുക്ക പോയപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറിനൊരു നില, ഈ സുദർശൻ പറഞ്ഞ അതേ വാചകം തന്നെ, ഒരു നിലയും വിലയൊക്കെ ഇല്ലേ സാർ, ഈ ചവറ് സാധനത്തിനൊക്കെ എന്തിനാ ഇത്ര നല്ലതെന്ന് പറഞ്ഞിരുന്നത്.
തമ്പാൻ ഒരു കാര്യം മനസ്സിലാക്കുക, അവർ കക്കാനും പെണ്ണു പിടിക്കാനും ഒന്നും അല്ലല്ലോ പോയത്. അവരക്ഷരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തതല്ലേ. അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തി നാളെ മദ്യപാനിയാക്കി മാറ്റണോ? ചിലപ്പോൾ എൻ്റെ ആശംസയോടെ പ്രശംസയോടെ അവർ നല്ല എഴുത്തുകാരായി മാറിയെങ്കിലോ? ആരെക്കുറിച്ചും അന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, തമ്പാൻ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു പാഠം, ആരെക്കുറിച്ചും മോശമായി ആരോടും സംസാരിക്കരുത്. തമ്പാൻ ആ ഗുണം ഞാനിത് കാണുന്നത് യു കീപ്പ് അപ്പ് അത് കാണും. അങ്ങനെ എപ്പോഴും ഞാൻ അത് ആലോചിച്ചെന്നായിരുന്നു, അങ്ങനെ ആരെക്കുറിച്ചും മോശം പറയാതിരിക്കണമെങ്കിൽ ആരെക്കുറിച്ചും മോശമായി ചിന്തിക്കാതിരിക്കുക. പിന്നെ ഈ കർമ്മഫലം അവരവരനുഭവിക്കുമെന്ന് പറഞ്ഞ കണക്ക് എന്നെക്കുറിച്ച് ആര് ചീത്ത പറഞ്ഞിരുന്നാലും ആര് മോശം പറഞ്ഞിരുന്നാലും എന്ത് പ്രവർത്തിച്ചാലും എനിക്കൊരു വിഷമമില്ല. കർമ്മഫലം ആരായാലും അനുഭവിക്കുക. അത് നമ്മുടെ ജനിതക ഘടനയിൽ എഴുതിയിട്ടുള്ള അത് ശാസ്ത്രമാണ്. ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ളതൊരു ശാസ്ത്രമാണ്. അപ്പോൾ അത് ഓർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സുദർശൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ ഒരു ഇച്ചിരി വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അദ്ദേഹത്തിന് കവി എന്നുള്ള നിലയിൽ ഒരു കാഴ്ചപ്പാടുണ്ട്. നാളെ ഇവിടെ സമൂഹം എന്തായിരിക്കും, ഒരു കവിക്ക് അതും ഉണ്ടായിരിക്കും, ഒരു സാഹിത്യകാരന് ഒരു കാഴ്ചപ്പാട്, വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്, ജാതിയും മതവും ഇല്ലാത്ത ഒരു സമൂഹം, പണക്കാരെന്നോ പാവപ്പെട്ടെന്നോ വിവേചനമില്ലാത്ത ഒരു സമൂഹം, ഇരകളില്ലാത്ത ഒരു സമൂഹം, പട്ടിണിയില്ലാത്ത ഒരു സമൂഹം, സമഭാവനയിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു സമൂഹം, തെറ്റെവിടെ കണ്ടായാലും അവിടെ ശക്തമായി ചോദ്യം ചെയ്യുന്ന എഴുത്തുകാരുള്ളൊരു സമൂഹം. അങ്ങനെ ഒരു സമൂഹത്തെ അദ്ദേഹം സ്വപ്നം കാണും. ആ സമൂഹത്തെ അതിനനുസരിച്ചുള്ള കൃതികളാണ്, കവിതകളാണ് അദ്ദേഹത്തിൽ നിന്ന് വരുന്നത്. ഇപ്പം ഇനി സംസാരിക്കുന്നവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്, പ്രത്യേകിച്ചും വിളക്കുടി രാജേന്ദ്രൻ. അതുകൊണ്ട് ഞാൻ ഈ 101 കവിതകളിൽ കൂടുതൽ ഏതാണ്ട് ഒരു 10-70 കവിതകളിൽ അടങ്ങിയിരിക്കുന്ന ഒരാശയം മാത്രം ഇവിടെ പറയട്ടെ. ഒന്ന്, ജാതിക്കും മതത്തിനും എതിരായിട്ടുള്ള ആ ഒരു വിശ്വാസം, അതിനെതിരായിട്ടുള്ളൊരു പോരാട്ടം. ആ പോരാട്ടം കവിതകളിൽ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ വേലുത്തമ്പി ദളവ സ്മാരകം അത് കൈയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം സമുദായം തന്നെ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനെ ശക്തമായി എതിർത്തത് ഇദ്ദേഹമാണ്, സുദർശനാണ്. കാരണം എൻ്റെ സ്മാരകം, വേലുത്തമ്പി ദളവയുടെ സ്മാരകം, എൻ്റെ ഏത് സ്ഥാപനമായാലും അത് ജാതിക്കും മതത്തിനുമെല്ലാം അതീതമാണ്. ആത്മീയത എനിക്കുണ്ട്, പക്ഷേ അത് മതാതീതമായ ആത്മീയതയാണ് എനിക്കുള്ളത്. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകളിലെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഭാരതീയ ദർശനം മാത്രമല്ല, ഒരു ആത്മീയതയുടെയും തുടി പൊട്ടുന്നുണ്ട്. അതിന് കാരണം ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനാണ് അദ്ദേഹം, പോത്തക്കോട് സ്വാമിയുടെ. ദീർഘകാലം അവിടെ ദയാനന്ദ അതെ ആ സ്വാമി അദ്ദേഹം അവിടെ അന്തേവാസിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ മന്ത്രിച്ചു, നീ ഒരു കവിയായി വരും. അതുവരെ വലിയ കവിത്വമൊന്നുമില്ലായിരുന്നു. അപ്പം ആ സ്വാമിയുടെ ഒരു അനുഗ്രഹം, പിന്നെ ആശ്രമവാസിയായതുകൊണ്ട് പഠിച്ചിട്ടുള്ള മറ്റ് ആത്മീയതയും ജീവിതത്തിൻ്റെ ചിട്ടകളും ഇതൊക്കെ, അതാണ് ആരെയും നോക്കി എന്തിനേയും തനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നതിനെ എതിർക്കുവാനുള്ള ഒരു തൻ്റെ ഇടം വരുന്നത്. ആ എതിർപ്പിൽ കക്ഷിക്ക് പല സ്ഥാനമാനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സാഹിത്യ അക്കാദമി മെമ്പറാക്കിയ വൈലോപ്പള്ളി സംസ്കാര ഭവൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാക്കിയ മന്ത്രിക്കെതിരെ അദ്ദേഹം വിമർശിച്ചു. കക്ഷിക്ക് അതിൻ്റെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ നഷ്ടപ്പെട്ടപ്പോഴും കക്ഷിക്ക് വലിയ സന്തോഷമായിരുന്നു. അന്നേരം ഞാൻ ഓർത്തത് മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രത്തെയാണ്. മോഹൻലാൽ തൻ്റെ ഏതൊരു പെൺകുട്ടിയുടെ അഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടി എങ്ങാണ്ട് സ്റ്റേഷൻ ഡയറക്ടറെ വിളിക്കുന്നു. അത് കിട്ടുന്നില്ല, പച്ചത്തെറിയ സ്റ്റേഷൻ ഡയറക്ടറെ വിളിക്കുന്നു. രാജശേഖരനല്ല അന്ന് സ്റ്റേഷൻ ഡയറക്ടർ, ദൂരദർശൻ ഡയറക്ടർ. വിളിയെല്ലാം കഴിഞ്ഞിട്ട് മോഹൻലാൽ കട്ടലിലോട്ട് വീണ് പില്ലോയും കെട്ടിപ്പിടിച്ചുകൊണ്ടൊരു പറച്ചിലുണ്ട്, ഡയലോഗുണ്ട്. ഓ, അവനെ ചീത്ത വിളിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിന് എന്തോ ഒരു ആശ്വാസം. അത് കണക്ക് ആരെ വിമർശിക്കുമ്പോഴും സുദർശനുള്ളത് എന്ത് നഷ്ടങ്ങൾ അതിലുണ്ടായാലും, പദവി നഷ്ടങ്ങളുണ്ടായാലും കക്ഷിക്കൊരു ആശ്വാസമുണ്ട്. അതൊന്ന് വിമർശിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. എൻ്റെ മനസാക്ഷിക്ക് തെറ്റെന്ന് തോന്നുന്നതിന് ഞാൻ എതിർത്തു, ആ എതിർക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന ഒരു സന്ദേശം. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. കാരണം ആ ഭൂരിപക്ഷം കവിതകളുടെയും ഒരു സാരാംശം മതത്തിനെതിരായിട്ട്, മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗീയതയുടെ പേരിൽ മനുഷ്യനെ ഭിന്നിപ്പിക്കുന്നതിനെതിരായിട്ടുള്ളത്, മനുഷ്യത്വത്തിന് വേണ്ടി മാനവികതയുടെ കൊടിക്കൂറയാണ് അദ്ദേഹം ഉയർത്തുന്നത്.
അദ്ദേഹത്തിന് ആ കവിതയിലൂടെ ചോദിക്കുന്നു, ആരാണ് ഇവിടെ ഈ ജാതി സൃഷ്ടിച്ചത്? ആരാണ് ഇവിടെ ഈ മതങ്ങൾ സൃഷ്ടിച്ചത്? മതഭേദങ്ങൾ ജാതിഭേദവും സൃഷ്ടിച്ചത് ആരാണ്? എന്നാൽ കവിതയിലൂടെ സമൂഹത്തിലൂടെ വായനക്കാരോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അബോർജിൻ്റെ കാലത്ത്, ആദിവാസികളുടെ ആദ്യകാലത്ത് അന്ന് ഇവിടെ ജാതിയും മതവും ഒന്നുമില്ലായിരുന്നു. അന്ന് വായുവും വെള്ളവും ഭൂമിയും മണ്ണും എല്ലാം എല്ലാ മനുഷ്യനും സ്വന്തമായിരുന്നു. അന്ന് മതിൽക്കെട്ടുകളില്ല, മതിലുകളില്ലായിരുന്നു. പിന്നീട് എന്നോ ഒരു കാലത്ത്, വേദകാലത്തും ജാതിയും മതവും ഇല്ലായിരുന്നു. അന്ന് എന്നോ ഒരു ക്ഷാമമുണ്ടായി. ഗ്രാമവാസികൾ ഒത്തുകൂടി. അവരന്ന് തീരുമാനിച്ചു, ഒരു ഡിവിഷൻ ഓഫ് ലേബർ. കുറച്ച് പേര് കുട്ടികളെ പഠിപ്പിക്കുക, കുറച്ച് പേര് കൃഷി ചെയ്യുക, കുറച്ച് പേര് അത് സംരക്ഷിക്കുക. അങ്ങനെ ഇവിടെ ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും ക്ഷത്രിയനുമൊക്കെ ഉണ്ടായി. അതോടെ ജാതി വിവേചനങ്ങളും ഉണ്ടായി. ഇതിൽ ഈ അറിവുള്ളവനാണ് എന്നും ഏത് കാലത്തും പ്രമാണിമാരാകുന്നത്, ഏത് സമൂഹത്തിലും. ഈ അന്നത്തെ സമൂഹത്തിൽ അറിവുള്ളവർ ഇവരായിരുന്നു, അധ്യാപകരായിരുന്നു. അവർ ബ്രാഹ്മണരായി. അവരവരുടെ കുത്തക താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി വ്യാജ വ്യാഖ്യാനങ്ങൾ വേദങ്ങളുണ്ടായി. വേദങ്ങളുടെ കുഴപ്പമല്ല, ആ വ്യാഖ്യാനങ്ങളുണ്ടായി. അത് ബ്രാഹ്മണൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള താല്പര്യമാണ്. സായണൻ ഏറ്റവും മഹാപണ്ഡിതനാണ്, വേദവ്യാഖ്യാതാവാണ്. അദ്ദേഹത്തിൻ്റെ ആ വ്യാഖ്യാനത്തിൽ തന്നെ അറിയാം ഈ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ഈ വേദങ്ങളിൽ വരുത്തി വച്ചിരിക്കുന്നത്. അതിൻ്റെ വിശദ അംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അത് കഴിഞ്ഞ് പിന്നീട് ഈ ഹിന്ദുമതത്തിൽ ആ ജീർണതയ്ക്ക്, കാരണം ഒരു ശൂദ്രൻ വേദം കേട്ടാൽ അവൻ്റെ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കണമെന്നും അവൻ വേദം പറഞ്ഞാൽ അവൻ്റെ നാവ് പിഴുതെറിയണമെന്നുള്ള പൈശാചിക വ്യവസ്ഥയ്ക്ക്, ഹിന്ദുമതത്തിലെ പൈശാചിക വ്യവസ്ഥയ്ക്കെതിരായിട്ടാണ് ഒരു വിപ്ലവം നടന്നത്, ബുദ്ധമതമുണ്ടായത്. അന്ന് എല്ലാവർക്കും വിദ്യ അഭ്യസിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നളന്ദ, തക്ഷശില എന്ന ആദ്യ തുടങ്ങിയ സർവകലാശാലകൾ ഇവിടെ ഉണ്ടാകുകയും വിദ്യ അന്വേഷിച്ചുകൊണ്ട്, അറിവ് തേടിക്കൊണ്ട് വിദേശത്ത് നിന്ന് ആളുകൾ വന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ വിദ്യയ്ക്ക് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലല്ല, അന്യ രാഷ്ട്രങ്ങളിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. വയലാറിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മണ്ണും മനുഷ്യനെ ഭിന്നിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ ഇതൊക്കെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമൊക്കെയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു വിപ്ലവം, 1000 വർഷത്തെ ബ്രാഹ്മണ ആധിപത്യത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ആ തകർച്ചയുടെ വിസ്ഫോടനത്തിൻ്റെ ഒരു ആരവമാണ് ശ്രീനാരായണ ഗുരു. പക്ഷേ അന്ന് നവോത്ഥാനത്തിലൂടെ നമ്മൾ നേടിയ എല്ലാ നേട്ടങ്ങളും ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നു. നവോത്ഥാനവും പുനരുജ്ജീവനവുമായി, റെനൈസൻസും റിവൈവലിസവുമായി ഒരു സംഘർഷം ഇന്ന് നടക്കുന്നു. ആ സംഘർഷത്തിൽ ഇന്ന് നവോത്ഥാനത്തിൻ്റെ മൂലികൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല, ഞാൻ ഉദ്ദേശിച്ച സമയം കഴിഞ്ഞു. അത് ഈ ഭൂരിപക്ഷം കവിതകളുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ വേറിട്ട കവിതകളുമുണ്ട്. വേറിട്ട ഒരു 10ഓളം കവിതകളുണ്ട്. അതിൽ ഒരു കവിതയെക്കുറിച്ച് മാത്രം പറയാം. കമ്മ്യൂണിസത്തെക്കുറിച്ചാണ്. കടലെടുത്ത കമ്മ്യൂണിസം എന്ന ഒരു ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പ്രത്യയശാസ്ത്രത്തോട് യോജിക്കുന്നുണ്ട്. സമഭാവനയുള്ള ഒരു നല്ലൊരു പ്രത്യയശാസ്ത്രം. പക്ഷേ ആ പ്രത്യയശാസ്ത്രം ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിലും ഒരു ലോകത്തിലുമില്ല. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ കമ്മ്യൂണിസത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. അവർ തന്നെ കമ്മ്യൂണിസത്തെ ഇന്ന് തകർത്തിരിക്കുന്നു. തൊഴിലാളികളുടെ പേരിൽ മുതലക്കണ്ണീർ ഇറക്കിയിരിക്കുന്നവ ഇന്ന് മുതലാളിമാരായി മാറിയിരിക്കുന്നു. കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ളതാണ്. ഈ തകർച്ച ഇന്നാണ് സുദർശൻ പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഏതാണ്ട് ഞാനും വിളക്കുഴിയൊക്കെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇരിക്കുമ്പോൾ NV കൃഷ്ണവാര്യർ സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചു. 74 സന്ദർശനം കഴിഞ്ഞ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, താമസിയാതെ സോവിയറ്റ് യൂണിയൻ തകരും, അവിടെ ജനാധിപത്യത്തിൻ്റെ കാറ്റ് വീശുന്നു, മതങ്ങൾക്ക് അംഗീകാരം കിട്ടാൻ പോകുന്നു എന്നൊരു നല്ല കാര്യമുണ്ട്. എന്നിരുന്നാലും സമത്വത്തിൽ അധിഷ്ഠമായ ആ പ്രത്യയശാസ്ത്രം തകരുന്നതിൽ എനിക്ക് വേദനയുണ്ട് എന്ന് അദ്ദേഹം അനുഭവങ്ങൾ പങ്കുവെച്ചപ്പം പറഞ്ഞാൽ ഞാൻ ഓർക്കും. അന്ന് ഞങ്ങളൊക്കെ കരുതി ഇതൊരു കവിഭാവനയായിരിക്കും, വളരെ പാറ പോലെ ഉറച്ച കമ്മ്യൂണിസം തകരാനോ സോവിയറ്റ് യൂണിയൻ തകരാനോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു. പക്ഷേ അരുണദശകത്തിലെ കവികൾ 70കളിൽ 80കളിൽ ഇത് പറഞ്ഞു. അരുണദശകത്തിലെ കവികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ഭാസ്കര മാഷാണ് ഈ കവികളിൽ ഏറ്റവും കൂടുതൽ, പുതുശ്ശേരി ഭാസ്കര മാഷാണ് ഏറ്റവും കൂടുതൽ യാതനകൾ അനുഭവിക്കുകയും ജയിലിൽ കിടക്കേണ്ടി വരികയും മർദ്ദനമേൽക്കേണ്ടിയൊക്കെ വന്നു. എനിക്കൊന്നും ആ ഒരു കഷ്ടകാലം ഉണ്ടായില്ല. ആ ഭാസ്കര മാഷിൻ്റെ പിതാവും അദ്ദേഹവും ആദ്യം ഗാന്ധിയനായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു, പിന്നീട് കമ്മ്യൂണിസ്റ്റായി. പക്ഷേ കൽക്കത്ത തീസിൻ്റെ ക്രൂരത മനസ്സിലാക്കിക്കൊണ്ട്
രക്തച്ചൊരിച്ചിലൂടെ ഇവിടെ അധികാരം പിടിച്ചെടുക്കണമെന്ന കൽക്കത്ത തീസിസിനെതിരായി അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹം കമ്മ്യൂണിസത്തിനോട് വിട പറയുകയും ചെയ്തു. ആ ഒരു ചരിത്രമുണ്ട്. അതുപോലെ ONV കുറുപ്പ് സാറ്, അദ്ദേഹത്തിൻ്റെ കവിതയോട് ചോദിച്ചു, പരസ്യമായി പ്രസംഗിച്ചില്ലെങ്കിലും, ആ വാഗ്ദത്ത ഭൂമി എവിടെ എന്ന് അദ്ദേഹം ചോദിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞ ആ വാഗ്ദത്ത ഭൂമി, സമത്വത്തിലധിഷ്ഠിതമായ ഭൂമി എവിടെ എന്നുള്ള ആ ചോദ്യമാണ്. വയലാർ ഗർജിക്കുന്നു എന്ന് കവിത എഴുതിയ ഭാസ്കരൻ മാഷം പോലെ ONVയും, അതുപോലെ തന്നെ പുതുശ്ശേരി സാറിൻ്റെ സ്വാതന്ത്ര്യ വിദ്യാർത്ഥി കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അദ്ദേഹത്തെ ത്രിവർണ്ണ പതാക ഉയർത്തിയതിൻ്റെ പേരിലാണ് സ്കൂളിൽ നിന്ന് പോകേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യ ഗീതങ്ങളെല്ലാം ഞങ്ങൾ പ്രിയദർശിനി KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗം അന്നവിടെ പ്രസിദ്ധീകരിച്ചു. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, ഇടയ്ക്കൊക്കെ ഞാൻ ഓർക്കാറുണ്ട് ഒരു രഹസ്യം, ഒരു പൊട്ടക്കിണറ്റിൽ തവളയായി മാറുന്നതിനേക്കാളും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാസാഗരത്തിലെ ഒരു ജലകണികയായി മാറുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു പാർട്ടിയിൽ വിശ്വസിച്ചു, പ്രവർത്തിച്ചു. അതിൽ മരണം വരെയും ഞാൻ അതിൽ തന്നെ ആയിരിക്കും തുടങ്ങുന്നത്. എന്നാലും അപൂർവ ചില നിമിഷങ്ങളിൽ ഞാനിങ്ങനെ മാറി ചിന്തിക്കാറുണ്ട് എന്ന് പറയും. അരുണദശകത്തിലെ മറ്റൊരു കവിയാണ് പുനലൂർ ബാലൻ. അദ്ദേഹം മഹാപ്രസ്ഥാനം എന്ന കവിതയിലൂടെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. ഇത്തിരി വിഷാദം കുടിച്ചിറക്കി, ഇത്തിരി വിഷമം മനസ്സിൽ പിടിച്ചു നിർത്തി, ചോദിച്ചിടട്ടെ സഖാവേ, ദൂരെ ഇമവിട്ടിച്ച് നിന്ന പൊട്ടച്ചോട്ടിച്ച് ചാരമായെന്നുറപ്പായോ, വഴികാട്ടിയായി നിന്ന നക്ഷത്രം നിന്നിഞ്ഞെന്നുറപ്പായോ എന്ന് അദ്ദേഹവും വേദനയോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും വേറെ പാർട്ടിയിൽ പോകാനും ഇന്നത്തെ കണക്ക് ഒരു പാർട്ടിയിൽ നിന്നിട്ട് അടുത്ത ദിവസം വേറെ പാർട്ടിയിൽ പോകാനൊന്നും അവർ പോയില്ല. പക്ഷേ ഈ അരുണദശകത്തിലെ കവികൾക്ക് പോലും ഈ പ്രത്യയശാസ്ത്രത്തിൻ്റെ തകർച്ചയിൽ വേദനയുണ്ടായിരുന്നു. ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വന്തം ചിന്താശക്തി പണയം വയ്ക്കാത്തവർ ആ രീതിയിൽ ഈ അരുണദശകത്തിലെ കവികളെപ്പോലെ സുദർശനെ പോലെ ചിന്തിക്കുന്നവരാണ്. പിന്നെ വേറിട്ട ഒരു കവി എൻ്റെ മനസ്സിൽ പതിഞ്ഞത് മാതൃദേവോഭവ എന്നുള്ള അമ്മയെക്കുറിച്ചുള്ള അതാണ്. അതിൽ ഞാൻ ചുനക്കരയുടെ വരമെന്ന കവിത ഓർത്തു. ഇന്ന് അമ്മയും അച്ഛനെയും ഉപയോഗശൂന്യരായവരെല്ലാം വഴിയമ്പലത്തിൽ അയക്കുന്ന ഇതിൽ ഞാൻ ആ കവിത പറയാൻ കാരണം, അമ്മയെക്കുറിച്ചുള്ള സ്നേഹം കവിതയിലും വാക്കിലും അക്ഷരങ്ങളിലും മാത്രമല്ല പ്രവൃത്തിയിലുമുണ്ട്. ഒരു ഞായറാഴ്ചയും സുദർശനെ ഒരു പരിപാടിക്ക് ഇവിടെ കിട്ടത്തില്ല. കാരണം എന്നും ശനിയാഴ്ച രാത്രിയാകുമ്പോൾ കക്ഷി അമ്മയെ കാണാൻ പോകും. ജഗതിയിലായിരുന്നപ്പോൾ അവിടെ ആഴ്ചയിലൊരിക്കലേ എപ്പോഴും വരും. ഞാൻ നേരത്തെ പറഞ്ഞ വാക്കും പ്രവൃത്തിയും ഒന്നായി സ്വീകരിക്കുന്ന ഒരു കവിയാണ്. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറയാനുള്ള എനിക്കൊന്നേ ഉള്ളൂ. നമ്മുടെ ശ്രീ മുരളീധരൻ പറഞ്ഞതുപോലെ വസുദൈവ കുടുംബവും അതുപോലെ ലോക സമസ്ത സുഖിനോ ഭവന്തോ എന്നീ നമ്മുടെ ആപ്തവാക്യങ്ങൾക്കുടെയൊക്കെ വികസിത രൂപമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പല കവിതകളും മാറുന്നുണ്ട്. പിന്നെ നിശ്ചിതമായ രാഷ്ട്രീയ വിമർശനം, അത് വളരെ പച്ചയായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. UDF ഭരിക്കുന്ന കാലത്ത് അതിൻ്റെ കോട്ടങ്ങളെക്കുറിച്ചൊക്കെ വിപ്ലവം പ്രസംഗിക്കുന്നവരും എതിർക്കുന്നവരുമായിട്ടുള്ള കവികൾ, സാഹിത്യകാരന്മാർ ഇവിടെ LDF വരുമ്പോഴത്തേക്ക് കണ്ണും കാതും മാവും എല്ലാം മൂടി വെച്ചിരിക്കുന്ന കുരങ്ങന്മാരെ പോലെ മാറുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നവരായി മാറുന്നു, വാഴ നകയ്ക്ക് വളയണിയുന്നവരായി മാറുന്നു, പേടിത്തൊണ്ണന്മാരായി മാറുന്നു. അങ്ങനെ നിശ്ചിതമായി അതിനെ വിമർശിച്ചുകൊണ്ട് ഇതിനൊന്നും ഇല്ലാതെ ആര് തെറ്റ് ചെയ്താലും അതിനെ എതിർക്കണം. ഏരകളെയും അതുപോലെ പാവങ്ങളെയും നെഞ്ചിനോട് ചേർത്ത് നിർത്തുന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അനീതികൾക്കെതിരായി പോരാടണം എന്ന ആ സന്ദേശമാണ് ഈ എല്ലാ കവിതകളിൽ നിന്നും മൊത്തമായി പറയാനുള്ളത്. ഇനിയും കൂടുതൽ കവിതകൾ എഴുതട്ടെ, ഇനിയും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, അങ്ങനെ കൂടുതൽ ശത്രുക്കളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.